നിങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രം തീർന്നിരിക്കുന്നു. എന്നാൽ സഖാവ് പിണറായി വിജയനോട് ഞാൻ പറയട്ടെ, സി ദിവാകരൻ എന്ന തലമുതിർന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാവിന്റെ മറുപടി ഇന്ന് വന്നിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞറിയോ? 10 കൊല്ലം ഈ കേരളത്തിൽ ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. അറിയോ നിങ്ങള്? ഷാജിയുടെ പ്രസംഗമല്ല, വി.ഡി. സതീശന്റെ ജാഥയല്ല, UDF നേതാവിന്റെ കമന്റ് അല്ല. നിങ്ങളുടെ സി ദിവാകരൻ പറയാണ് 10 കൊല്ലം ഈ കേരളത്തിൽ ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. ഞാൻ സഖാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 10 കൊല്ലത്തിനിടയിൽ യാത്ര ചെയ്തത് 26 രാജ്യങ്ങളിലേക്കാണ്. 26 രാജ്യങ്ങൾ. 26 രാജ്യത്ത് നിന്ന് 26 ലക്ഷം രൂപ MOU വഴി കേരളത്തിലേക്ക് ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ ചോദ്യം ഇതാണ്. ഒരു 10 രൂപയുടെ പണം ഇൻവെസ്റ്റ്മെന്റായി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 26 ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു. ഇനി പൈസ കൊണ്ടൊന്നുമില്ല. എന്നാൽ 26 രാജ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ സ്വഭാവത്തിൽ നന്നാവട്ടെ, അതും നന്നായിട്ടില്ല. പിന്നെ എന്തിനാണോ ഈ രാജ്യം ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത്? അതാണ് തനിച്ചു പോകാനേ തർക്കമില്ല. ഭാര്യ കമല, കെട്ടിയോള്, കുട്ടിയോള്, ഇനി അവരുടെ വേറെ കുട്ടികള്, മകന്റെ അമ്മോഷൻ, ഉളുപ്പില്ലടോ മുഖ്യമന്ത്രി. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ പണം എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല നെയ്മീനും അടിച്ചു തന്നാൽ ജീവിച്ചാൽ മതിയല്ലോ. ജീവിക്കാനാവാത്ത എത്ര മനുഷ്യരുണ്ട്. അവർക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നില്ല, വാങ്ങിക്കൊടുക്കുന്നില്ല. 26 ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഈ കേരളത്തില് 2-3 കാര്യം ഞാൻ ചോദിക്കാം. 10 കൊല്ലം ഭരിച്ചില്ലേ വിദ്യാഭ്യാസ മേഖല? ഇത് വയനാട് ജില്ലയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ആദിവാസി മന്ത്രിയുണ്ട് ഇല്ലേ ഈ വയനാട്ടിൽ? സഖാക്കൾക്ക് അറിയോ, ഗോവിന്ദൻ മാഷ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തെ ഒന്ന് അപഗ്രഥനം ചെയ്യരുത്. നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ ഏറ്റവും വലിയ പണിയർ വിഭാഗത്തിനകത്തുള്ള കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് സംഭവിക്കുന്നത്, പൊടിഞ്ഞു പോകുന്നത്, 5ാം ക്ലാസിന്റെ പടി പോലും കടക്കാത്ത പാവങ്ങളുള്ളത് ഈ വയനാട് ജില്ലയിലാണ്. ഇവിടുത്തെ കോളനികളെ കുറിച്ച് പിണറായി വിജയൻ അറിയോ? നെയ്മീന്റെയും കരിമീന്റെയും ചൂടയുടെയും കഥ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടാണ് എന്റെ ചോദ്യം. ദിവാകരനോടാണ്, പിണറായി വിജയനോടാണ്, MV ഗോവിന്ദനോടാണ്. ഈ വയനാട്ടിലെ ആദിവാസി കുടിയിൽ പോയി നോക്കിയിട്ടുണ്ടോ? പണിയർ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? സഖാക്കളെ, നിങ്ങൾ വെറും ഇവിടെ ഊരുണ്ടാക്കി കളിച്ചാൽ പോരാ. നിങ്ങൾക്ക് ആളുകൾക്ക് കാണിക്കാൻ ടൂറിസത്തിന്റെ ഊരുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥ ഊരിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ അവരുടെ മനുഷ്യ ജീവിതം എങ്ങനെയാണ്? ദളിതന്റെ ജീവിതം എങ്ങനെയാണ്? 10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കൊഴിഞ്ഞുപോയ ആദിവാസികളെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി അറിയോ? നമ്മളെ മക്കൾ 3 കൊല്ലം പഠിച്ചിട്ട് അതിനെന്നെ കുട്ടികൾ ഇവിടെ പഠിക്കണില്ല. 86,000 കോഴ്സുകൾ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികൾ നിർത്തലാക്കി. ഇപ്പോഴും ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് 86,000 കോഴ്സ്. നിങ്ങൾ ഡിഗ്രി, ആ 3 വർഷമുള്ള ഡിഗ്രി 4 വർഷമായി. എന്താ കുട്ടിക്ക് ഗുണം? സിലബസ് മാറിയോ? അവരുടെ ഏതെങ്കിലും മെത്തേഡ് മാറിയോ? അവരെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തോ? ഒരു കുട്ടിയുടെ 1 വർഷം കൂടെ നഷ്ടപ്പെട്ടു പോയി.